എന്തായാലും രവിയേട്ടൻ്റെ തീരുമാനം നല്ല ഉചിതമായ തീരുമാനം തന്നെയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേവതീനെ സച്ചിക്ക് കണ്ടുകൂടാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് രേവതിയെയും സച്ചിയെയും രേവതിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. പോണ വഴിക്ക് തന്നെ രണ്ടുപേരും തുണിക്കടയിൽ കയറിയിട്ട് രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും അനിയനുമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവരുടെ വരവിനായിട്ട് കാത്ത് നിൽക്കുകയാണ് രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനും. ആരതി ഒഴിഞ്ഞിട്ടാണ് നമ്മുടെ ദേവുട്ടി രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ദേവുട്ടിയും അനിയനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ദീപാവലി അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. പടക്കം കത്തിച്ച് പൂത്തിരി കത്തിച്ച് ഒക്കെ അങ്ങനെ കളിക്കുകയാണ്. ആ സമയത്താണ് ഓലപ്പടക്കം വലിച്ചെറിഞ്ഞാണ് രേവതി അത് പൊട്ടിയില്ല എന്നൊന്നും നോക്കിയില്ല, നേരെ സച്ചിയുടെ മെത്തിക്ക് ഒരു വീഴാണ്. ഈ സമയം നമ്മുടെ രവിയേട്ടനും ചന്ദ്രമതിയും സുധിയൊക്കെ അവരുടെ വീട്ടിൽ നല്ല രീതിയിൽ ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ. ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ആദ്യത്തെ ഒരു ദീപാവലിയാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അവരെ വീട്ടിലേക്ക് വിളിക്കാത്തതിന് നമ്മുടെ ചന്ദ്രമതിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും അവരവിടെ നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ദീപാവലി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.